അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും. പ്രിയ കുട്ടികളെ, 3ാം ക്ലാസ്സിലെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. 6 പ്രവർത്തനങ്ങളാണ് വരാറുള്ളത്. അതിലെ ഫസ്റ്റ് പ്രവർത്തനം നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. 25ലാണ് മാർക്ക് വരുന്നത്. ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. നഖ്റഉൽ ഹിക്കായ, നമുക്ക് ചെറുകഥ വായിക്കാം. വനുജീബു, നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യാം. അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യാം. മാജിദ് ദാരിസുൻ, ഒരു വിദ്യാർത്ഥിയാണ്. ഫിസൊഫിൽ ഖാമിസ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ബൈത്തുഹു, അവൻ്റെ വീട്. കരീബുൻ, അടുത്താണ്. മിൻ മഹത്തത്തിൽ കിത്തോർ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് അവൻ്റെ വീടുള്ളത്. യൗമൻ, ഒരു ദിവസം. ദഹബ ഇല സൂക്കി, അവൻ മാർക്കറ്റിലേക്ക് പോയി. ലിഷിറായി, വാങ്ങാൻ വേണ്ടിയിട്ട്. ബാലിൽ ഫവാക്കിഹി, ഏതാനും ഫ്രൂട്ട്സുകളും. വൽ ഖൽറാവാത്ത്, വെജിറ്റബിൾസും വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് അവൻ പോയി. റജഅ മിനസ്സൂക്കി, മാർക്കറ്റിൽ നിന്നും അവൻ മടങ്ങി. മാഷിയൻ, നടന്നിട്ടാണ് പോയത്. വഫി റഅ്സിഹി, അവൻ്റെ തലയിലുണ്ട്. സല്ലത്തുൻ, ഒരു കൊട്ട. ഫിസ്സല്ലത്തി, ആ കൊട്ടയിലുണ്ട്. കിസ്സാഉൻ, കിസ്സ ഉണ്ട്, വെള്ളരിക്കയുണ്ട്. ബാമിയ, വെണ്ടയുണ്ട്. ജസറുൻ, ക്യാരറ്റുണ്ട്. റുമ്മാനത്തുൻ, അനാറുണ്ട്. ബാദിൻജാൻ, വഴുതനങ്ങയുണ്ട്. ബുർത്തുകാലുൻ, ഓറഞ്ചുണ്ട്. വജുവാഫ, പേരക്കയും ഉണ്ട്. ഇവിടെ ഏതാനും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അവയുടെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഐന ബൈത്തു മാജിദിൻ, മാജിദിൻ്റെ വീട് എവിടെയാണ്? കരീബും മിൻ മഹത്തത്തിൽ ഹാഫില, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണോ? കരീബും മിൻ മഹത്തത്തിൽ കിതാ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണോ? ബിലഫത്തി നെഹ്റിൻ, പുഴയുടെ തീരത്താണോ? ഫി സാഹിലിൽ ബഹ്ർ, കടൽ തീരത്താണോ? ആൻസർ ബി ആണ്. കരീബും മിൻ മഹത്തത്തിൽ കിതാർ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മിൻ ഐന, എവിടെ നിന്നാണ്? ഇഷ്തറൽ ഫവാക്കിഹ വൽ ഖൽറാവാത്ത്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവൻ വാങ്ങിയത് എവിടെ നിന്നാണ്? മിനസൂക്കി, മാർക്കറ്റിൽ നിന്നാണോ? മിനൽ മസ്റഅത്തി, കൃഷിയിടത്തിൽ നിന്നാണോ? മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്നാണോ? മിനൽ ബൈത്തി, വീട്ടിൽ നിന്നാണോ? ആൻസർ എ ആണ്. മിനസൂക്കി, മാർക്കറ്റിൽ നിന്നും. 3ാമത്തെ ക്വസ്റ്റ്യൻ. റജഅ മാജിദുൻ, മാജിദ് മടങ്ങി. മിനസൂക്കി, മാർക്കറ്റിൽ നിന്നും. ഡാഷ് അൽ ബൈത്തി, വീട്ടിലേക്ക് എന്നാവണം. മിൻ, നിന്ന്. അല, മുകളിൽ. മേൽ. ഇല, ലേക്ക്. ബി, കൊണ്ട്. ആൻസർ ഇലയാണ്. ജീം. ഇലൽ ബൈത്തി, വീട്ടിലേക്ക് മടങ്ങി. 4ാമത്തെ ക്വസ്റ്റ്യൻ. അയ്യു ഫവാക്കിഹ, ഏത് ഫ്രൂട്ട്സുകളാണ്? ഇഷ്തറ മാജിദ്, മാജിദ് വാങ്ങിയത്. ഫ്രൂട്ട്സിൽ നിന്നും ഏതൊക്കെയാണ് വാങ്ങിയത്? ബുർത്തുകാലുൻ, ഓറഞ്ച് വാങ്ങി. ജുവാഫത്തുൻ, പേരക്ക വാങ്ങി. റുമ്മാനത്തുൻ, അനാറും വാങ്ങി. ഇനി ഉക്തുബ് അസ്മാ അൽ ഖൽറാവാത്തി, വെജിറ്റബിൾസുകളുടെ പേരുകൾ നിങ്ങൾ എഴുതണം. ഫി സല്ലത്തി മാജിദ്, മാജിദിൻ്റെ കൊട്ടയിലുണ്ടായിരുന്ന വെജിറ്റബിൾസിൻ്റെ പേരുകൾ എഴുതാനാണ്. ഏതൊക്കെയാണ് അതിലുണ്ടായിരുന്നത്? കിസ്സ ഉണ്ട്, ബാമിയയുണ്ട്, ജസർ ഉണ്ട്, ബാദിൻജാൻ, അതവിടെ എഴുതണം. 2ാമത്തെ പ്രവർത്തനം നോക്കാം. അൽ ഹിവാർ, കോൺവെർസേഷൻ ആണ്. നുകെമ്മിലുൽ ഹിവാറ, കോൺവെർസേഷനെ നമുക്ക് ഫില്ല് ചെയ്യാം. സാലിമത്ത് ബിൻതുൻ സ്വഈറത്തുൻ, ചെറിയ ഒരു പെൺകുട്ടിയാണ്. യൗമൻ, ഒരു ദിവസം. ദഖലത്ത്, പ്രവേശിച്ചു. ഫിൽ ബുസ്താനി, അവള്
പൂന്തോട്ടത്തിൽ പ്രവേശിച്ചു. ഫറഅത്ത് അപ്പോൾ അവൾ കണ്ടു, ഫറാശത്തൻ ജമീല നല്ല ഭംഗിയുള്ള പൂമ്പാറ്റയെ കണ്ടു. റക്കലത്ത് അവൾ ഓടി, വറഅഹ അതിൻ്റെ പിന്നിലേക്ക്, വഹാവലത്ത് അവൾ ശ്രമിക്കുകയും ചെയ്തു, കബ്ലഹ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഫകാലൽ വാലിദു അപ്പോൾ ഉപ്പ പറഞ്ഞു, ലാ വേണ്ട, യാ ബിൻതി മോളെ വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഇർഹമി നീ കാരുണ്യം കാണിക്കുക, അൽ ഹയവാനാത്തി മൃഗങ്ങളോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞു. ഇനി ഇവിടെ വിട്ട ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് അൽബിൻതു വൽ വാലിദു ഉപ്പയും പെൺകുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അവിടെ ബിൻത്ത് അസ്സലാമു അലൈക്കും, അപ്പോൾ ഉപ്പ വലൈക്കും മുസ്സലാം വറഹ്മത്തുള്ള എന്ന് മറുപടി കൊടുത്തു. പിന്നെ അവിടെ ഡാഷ് ഇട്ടിരിക്കുകയാണ്. ബിൻത്ത് പറയുന്നത് സയ്യൻ അൽഹംദുലില്ല നല്ലതാണ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പോൾ കൈഫ ഹാലുക്കി എന്താണ് നിന്റെ അവസ്ഥ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സയ്യൻ അൽഹംദുലില്ല നല്ലത് തന്നെയാണ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് അവൾ റിപ്ലൈ കൊടുത്തു. അൽവാലിദ് ഉപ്പ വീണ്ടും ചോദിക്കുകയാണ്, ഇല അയിന എവിടേക്കാണ് നീ പോകുന്നത് എന്ന് ചോദിച്ചു ഉപ്പ. അപ്പോൾ മോള് പറഞ്ഞത്, അവൾ എന്താ പറഞ്ഞത്, ഇലൽ ബുസ്താനി പൂന്തോട്ടത്തിലേക്ക് എന്ന് പറഞ്ഞു. അൽവാലിദു അപ്പൊ ഉപ്പ പറയാണ്, ലിമ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് ഉപ്പ ചോദിക്കുകയാണ്. ലിമ എന്തിനു വേണ്ടിയിട്ടാണ് പോണത് എന്ന് ചോദിച്ചു. അൽ ബിൻത്ത് പറഞ്ഞു, ലിക്കബിൽ ഫറാശത്തി പൂമ്പാറ്റയെ പിടിക്കാൻ വേണ്ടിയിട്ട്. അൽവാലിദു അപ്പൊ ഉപ്പ എന്താ പറഞ്ഞത്, ലാ വേണ്ട, യാ ബിൻതി മോളെ അങ്ങനെ ചെയ്യണ്ട, ഇർഹമിൽ ഹയവാനാത്തി നീ മൃഗങ്ങളോട് കരുണ കാണിക്കണം. അൽ ബിൻതു അപ്പോ ബിൻത്ത് മോള് പറയാണ്, നാം അതേ യാ അബി ഉപ്പ ശരി, ഇനി അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പൊ അൽ വാലിദു ഉപ്പ എന്താ പറഞ്ഞത്, ശുക്രൻ ചെയ്ത് എന്ന് കൊടുത്തു. വേറെയും കോൺവെർസേഷന് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. മൂന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നളഉ നമുക്ക് വെക്കാം, ഫി മക്കാനി ഖുറത്തിൽ ഖദം ഫുട്ബോൾ എന്ന വേർഡിന്റെ സ്ഥാനത്ത് അൽ അൽ ആബൽ മുനാസിബ യോജിച്ച കളികളുടെ പേരുകൾ അവിടെ വെച്ചു കൊടുക്കണം. വനുൻഷിദു നമുക്ക് പാടുകയും ചെയ്യാം. റീഷത്തു ത്വാഇറ ഷട്ടിൽ, ക്രീക്കാത്ത് ക്രിക്കറ്റ് ഈ വേർഡുകൾ വെച്ചു കൊടുക്കണം. ഖുറത്തുൽ ഖദം എന്ന ഫുട്ബോൾ കളി എന്ന വേർഡിന്റെ സ്ഥാനത്ത് വെച്ചു കൊടുക്കണം. യാ സുഹാബി എൻ്റെ കൂട്ടുകാരെ, ഹയ്യ വരൂ, നദ്ഹബു നമുക്ക് പോകാം, വനംലി നമുക്ക് ചിലവഴിക്കാം, ദൗമൻ എപ്പോഴും, നെഹ്വൽ മൽഅബ് കളിസ്ഥലത്തിന്റെ നേരെ. ഹയ്യ വരൂ നൽ അബു നമുക്ക് കളിക്കാം, ഖുറത്തൽ ഖദം ഫുട്ബോൾ കളി. നതസാബഖു നമുക്ക് മത്സരിക്കാം, പരസ്പരം മത്സരിക്കാം, ലിബുലൂഇൽ കിമമി ഉന്നതിയിലെത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഖുറത്തൽ ഖദം എന്ന വേർഡ് മാറ്റിയിട്ട് നമുക്കവിടെ കാണാം റീഷത്തു ത്വാഇറ ഷട്ടില്. ആ ഷട്ടിൽ കളിയുടെ വേർഡ് അവിടെ വെച്ച് കൊടുക്കണം. അപ്പൊ എങ്ങനെ എഴുതാം നോക്കൂ. യാ അസ്ഹാബി ഹയ്യ നദ്ഹബു നംലി ദൗമൻ നെഹ്വൽ മൽഅബു ഹയ്യാനൽ അബു നമുക്ക് കളിക്കാം. ഖുറത്തൽ ഖദം മാറ്റിയിട്ട് അവിടെ റീഷത്തു ത്വാഇറ എന്ന് വെച്ച് കൊടുക്കുക. നതസാബഖു നമുക്ക് മത്സരിക്കാം, പരസ്പരം മത്സരിക്കാം, ലിബുലൂഇൽ ഖിമമി എന്നവിടെ ചേർത്ത് കൊടുക്കുക. അടുത്ത കളി നോക്കൂ, ക്രിക്കറ്റ് ആണ്. എങ്ങനെ എഴുതാം. യാ അസ്ഹാബി എൻ്റെ കൂട്ടുകാരെ, ഹയ്യ വരൂ, നദ്ഹബു നമുക്ക് കളിക്കാം, നംലി നമുക്ക് ചിലവിടാം, ദൗമൻ എപ്പോഴും, നെഹ്വൽ മൽഅബ് എന്നവിടെ ചേർത്ത് കൊടുക്കുക കളിസ്ഥലത്തിന് നേരെ. ഹയ്യ വരൂ, നൽ അബു നമുക്ക് കളിക്കാം. ഖുറത്തൽ ഖദം മാറ്റിയിട്ട് അവിടെ എന്ത് ചേർത്ത് കൊടുക്കണം, ക്രീക്കാത്ത് എന്ന് ചേർത്ത് കൊടുക്കുക.
നതസാബഖു നമുക്ക് പരസ്പരം മത്സരിക്കാം, ലിബുലൂഇൽ ഖിമമി ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ മറ്റുള്ള കളികളും എഴുതി നോക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം അൽ അൽവാനൽ മുനാസിബ യോജിച്ച കളേഴ്സുകളെ ബൈനൽ കൗസൈനി ബ്രാക്കറ്റുകളിൽ നിന്നും. ഇവിടെ ഫസ്റ്റ് നോക്കൂ, ഇന്ത്യൻ പതാക കാണാം. അതിലെ ഫസ്റ്റ് കളറ് അവിടെ കുങ്കുമത്തിൻ്റെ കളറാണ്. അതിനെന്താണ് പറയുക? സഅഫറാൻ എന്നവിടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വൈറ്റിന് അബിയൽ, അശോക ചക്രത്തിൻ്റെ കളറ് അസ്റഖ് എന്നവിടെ ചേർത്ത് കൊടുക്കുക, ബ്ലൂ. പിന്നെ ഗ്രീൻ, അഹ്ലർ, ഗ്രീൻ കളറ് അഹ്ലർ എന്നവിടെ ചേർത്ത് കൊടുക്കുക. അടുത്തത് ഷർട്ടിൻ്റെ കളറ് ബ്രൗൺ, ബ്രൗണിന് ബുന്നിയുൻ എന്നാണ് പറയുക. റോസാപ്പൂവിൻ്റെ കളറ് അഹ്മർ എന്ന് ചേർത്ത് കൊടുക്കണം. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. അൽ ഖിസ്വ കഥ. നഖ്റഉ നമുക്ക് വായിക്കാം, അത്തസ്രീഹാത്തി പ്രസ്താവനകളെ നമുക്ക് വായിക്കാം, വനുറത്തിബുഹ അവയെ ക്രമപ്പെടുത്തണം, കിസ്വത്തൻ ഒരു കഥയാക്കി മാറ്റണം. ഇവിടെ ഏതാനും സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അവ ഓർഡറിലാക്കിയിട്ട് അതൊരു കഥയാക്കി മാറ്റണം. ആദ്യം ഓരോ സെന്റൻസും അർത്ഥം നോക്കൂ. തഖൂലുൽ ഉമ്മു, ഉമ്മ പറയുന്നു, ഖൂമി നീ നിലകൊള്ളൂ, യാ ബിൻത് എ മോളെ, ഇഖ്ലിത്തി നീ ചേർക്കണം, അല്ലബ്ന പാലിൽ ബിൽമാ വെള്ളം, പാലിൽ വെള്ളം ചേർക്കൂ എന്ന് പറയുകയാണ് മകളോട് ഒരു ഉമ്മ. അൽ ഉമ്മു, ഉമ്മ പറയാണ്, യാ ബിൻതു മോളെ, ലാ യറാന ഉമറു ഉമർ നമ്മെ കാണുകയില്ല. ദാത്ത ലൈലത്തിൻ ഒരു രാത്രിയിലെ ഖറജ ഉമറു ഉമർ റളിയല്ലാഹു പുറപ്പെട്ടു, മഅ ഖദമിഹി തൻ്റെ സേവകരോടൊപ്പം. അൽ ബിൻതു മോള് പറയുകയാണ്, പെൺകുട്ടി പറയുകയാണ്, ഇതാക്കാന ഉമറു ഉമർ ആയിരുന്നാൽ, ലാ യറാന നമ്മെ കണ്ടില്ലെങ്കിലും, ഫഇന്നല്ലാഹ അപ്പോൾ നിശ്ചയം അല്ലാഹു യറാന നമ്മെ കാണുന്നു. അൽ ബിൻതു മോള് പറയാണ്, ലാ യാ ഉമ്മി വേണ്ട ഉമ്മ, നഹ ഉമർ റളിയല്ലാഹു നിശ്ചയം ഉമർ റളിയല്ലാഹു വിരോധിച്ചിട്ടുണ്ട്, അൻ ഖൽതിൽ ലബ്ന ബിൽമാ, ഖൽതി കൂട്ടിച്ചേർക്കുന്നതിൽ, ലബ്ന ലബ്ന് പാലില് വെള്ളം, പാലിൽ ചേർക്കുന്നത്, പാലിൽ വെള്ളം ചേർക്കുന്നത് ഉമർ റളിയല്ലാഹു വിരോധിച്ചിട്ടുണ്ട്. സമിഅ ഉമറു ഉമർ കേട്ടു, കലാമ ഇംറഅത്തിൻ ഒരു സ്ത്രീയുടെ സംസാരം, ലിബ്നതിഹ അവളുടെ മകളോട് പറയുന്നത്. ഇതിനെ ഓർഡറിലാക്കിയിട്ട് ഒരു കഥയാക്കിയിട്ട് മാറ്റണം. എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. ദാത്ത ലൈലത്തിൻ ഒരു രാത്രിയിലെ ഖറജ ഉമറു ഉമർ റളിയല്ലാഹു പുറപ്പെട്ടു, മാ ഖദമിഹി തൻ്റെ സേവകരോട് കൂടിയിട്ട്. അടുത്തത് വരേണ്ടത് സെമിയ ഉമറു റളിയല്ലാഹു ഉമർ റളിയല്ലാഹു കേട്ടു, കലാമ ഇംറഅത്തിൻ ഒരു സ്ത്രീയുടെ സംസാരം, ലി ഇബ്നതിഹ അവളുടെ മകളോട് ഒരു സ്ത്രീ പറയുന്നത് ഉമർ റളിയല്ലാഹു കേട്ടു. തഖൂലുൽ ഉമ്മു ആ ഉമ്മ പറയുകയാണ്, ഖൂമിയ ബിൻത് എ മോളെ നീ നിലകൊള്ളൂ, ഇഖ്ലിത്തി നീ കൂട്ടിച്ചേർക്കണം, അല്ലബ്ന പാലിൽ പാലിനെ ബിൽമ ഈ വെള്ളവുമായിട്ട് കൂട്ടിച്ചേർക്കണം എന്ന് പറയുകയാണ്. പാലിൽ വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞു. അതാണ് അടുത്തത് വരേണ്ടത്. അൽ ബിൻതു മോള്, ലാ യാ ഉമ്മി അങ്ങനെ ചെയ്യാൻ പാടില്ല, നഹ ഉമർ റളിയല്ലാഹു അൻഹു അൻ ഖൽതിൽ ലബ്നി ബിൽമാ പാലിൽ വെള്ളം ചേർക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വരേണ്ടത് അൽ ഉമ്മു ഉമ്മ പറയുന്നതാണ്, യാ ബിൻതു എ മോളെ, ലാ യറാന ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ ഉമർ റളിയല്ലാഹു കാണുകയില്ല. അടുത്തത് അപ്പോൾ ബിൻത്ത് പറയുകയാണ്, ഇദാ കാന ഉമർ റളിയല്ലാഹു അൻഹു ലാ യറാന ഫഇന്നല്ലാഹ യറാന ഉമർ റളിയല്ലാഹു നമ്മളെ കണ്ടില്ലെങ്കിലും, ഫഇന്നല്ലാഹ യറാന നിശ്ചയം അല്ലാഹു നമ്മളെ കാണുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ വേറെയും കഥകൾ
ഡിസോർഡർ ആയിട്ടുള്ളവയെ ഓർഡറാക്കി നോക്കുക. ബായിലുള്ള പ്രവർത്തനം നക്തുബു നമുക്ക് എഴുതാം. ഉൻവാനൻ മുനാസിബൻ യോജിച്ച ഹെഡിങ് എഴുതണം. ലിൽ കിസ്വത്തി ഈ കഥക്ക് യോജിച്ച ഒരു ഹെഡിങ് കൊടുക്കാനാണ്. ഇന്നല്ലാഹ യറാന അള്ളാഹു നമ്മളെ കാണുന്നു. അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നഉദ്ദു നമുക്ക് എണ്ണി നോക്കാം. വനക്തുബു എന്നിട്ട് നമുക്ക് എഴുതാം. നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അത് അക്കത്തിലും ചില ഭാഗത്ത് അക്കത്തിൽ എഴുതാനുണ്ട്, ചില ഭാഗത്ത് അക്ഷരത്തിലും എഴുതാനുണ്ട്. നോക്കൂ, ഫസ്റ്റ് പിക്ചറിൽ ഇസ്നാനി വ ഇഷ്റൂൻ 22, ഇസ്നാനി 2, ഇഷ്റൂൻ 20, 22. അതിന് അക്കത്തിൽ അവിടെ എഴുതാനുണ്ട്, എഴുതുക. അടുത്തത് നോക്കൂ, അക്കത്തിൽ 22 അവിടെ ചേർത്ത് കൊടുക്കണം. അടുത്തത് നോക്കൂ, 27 കാണുന്നത്. 27 അറബിയിൽ എന്താണ് പറയുക? 7 എന്താണ് പറയാ? സബ്അത്തുൻ. അതിൻ്റെ കൂടെ ഇഷ്റൂൻ എന്ന് ചേർക്കണം. വ ഇഷ്റൂൻ സബ്അത്തും വ ഇഷ്റൂൻ 27. സബ്അത്തും വ ഇഷ്റൂൻ. അടുത്തത് സിത്തത്തും വസലാസൂൻ 36. സിത്തത്തും വസലാസൂൻ 36 എന്ന അക്കത്തിലും അവിടെ ചേർത്ത് കൊടുക്കണം. അടുത്ത നമ്പർ നോക്കൂ, 39 വന്നിരിക്കുന്നത്. 39 അറബിയിൽ എന്താണ് പറയുക? 9 എന്താണ് പറയുക? തിസ്അത്തുൻ. 9 തിസ്അത്തുൻ. അതിൻ്റെ കൂടെ 30. 30 സലാസൂൻ വ എന്നും ചേർത്ത് കൊടുക്കുക. 39. അപ്പം എങ്ങനെ വരിക? തിസ്അത്തുൻ വ സലാസൂൻ. തിസ്അത്തുൻ വസലാസൂൻ 39. ഇതുപോലെ ബാക്കി വരുന്ന നമ്പേഴ്സും നിങ്ങൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതി പഠിക്കണം. എക്സാമിന് വരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.